വധക്കേസ് പ്രതി ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ മേക്കപ്പ് സാധനങ്ങളടക്കം അനുവദിച്ചിരുന്നെന്ന് സഹതടവുകാരുടെ ആരോപണം രാജ്ഭവൻ ഗൗരവത്തിലെടുക്കും. ഷെറിന് ശിക്ഷാ ഇളവ് നൽകുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിൽ അടക്കം വിശദീകരണം സർക്കാരിൽ നിന്നും രാജ്ഭവൻ തേടിയേക്കും. ഷെറിന് തടവ് ശിക്ഷയിൽ ഇളവ് നൽകാൻ സാധ്യത ഏറെയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സഹിതം പരാതി നൽകി. എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി. ഷെറിനെതിരെ കൊലക്കുറ്റത്തിനു പുറമെ കവർച്ചാ കുറ്റവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണവുമുണ്ട്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു. ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിൽ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി. പക്ഷേ അത് താൽക്കാലികമായി നടപടി മാത്രമായിരുന്നു. ഞാൻ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്നും വിയ്യൂരിലേക്ക് മാറ്റി. 20 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന 5ഓ 6ഓ സ്ത്രീ തടവുകാരുണ്ട്. അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വരെയുണ്ട്. അവർക്കൊന്നും ഇളവ് ലഭിച്ചിട്ടില്ല. ഷെറിന് ഇറങ്ങുന്നതിന് പരാതിയില്ല. ഇറങ്ങിക്കോട്ടെ. പക്ഷേ 20 വർഷമായി ജയിലിൽ കിടക്കുന്നവരുമുണ്ട്. അവർക്കും ഇളവ് ലഭിക്കണം എന്നും സുനിത പറഞ്ഞു.